നമസ്കാരം. മലയാള ടെലിവിഷൻ രംഗത്ത് ചരിത്രം കുറിച്ച ഏഷ്യാനെറ്റിന്റെ മ്യൂസിക് റിയാലിറ്റി ഷോയാണ് ഐഡിയ സ്റ്റാർ സിംഗർ. ഇപ്പോഴും സ്റ്റാർ സിംഗറിന്റെ പുത്തൻ സീസൺ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഷോയിൽ പല മേഖലകളിൽ നിന്നായി എത്തിയ നിരവധി ഗായകർ കഴിവ് തെളിയിച്ച് ഉയർന്നു വന്നിട്ടുമുണ്ട്. ഇന്ന് മലയാളത്തിന്റെ മുൻനിര ഗായകരുടെ ലിസ്റ്റിലുള്ള വൈക്കം വിജയലക്ഷ്മി, അമൃത സുരേഷ്, അഞ്ജു ജോസഫ്, അരുൺ ഗോപൻ, ദുർഗ വിശ്വനാഥ്, ശ്രീനാഥ് എന്നിവരെയെല്ലാം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ തലവര മാറ്റിയെടുത്തവരാണ്. അത്തരത്തിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു ഗായിക തന്നെയാണ് വൈക്കം വിജയലക്ഷ്മി. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് വൈക്കം വിജയലക്ഷ്മി ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് സംഗീത ലോകത്ത് വലിയ നേട്ടങ്ങളുമായി മുന്നേറുന്ന കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് പ്രചോദനമായ വ്യക്തിത്വം. അവരുടെ പാട്ടിനെ സ്നേഹിക്കാത്തവർ സൗത്ത് ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം. തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുകയും ലക്ഷങ്ങൾ ആരാധിക്കുന്ന ഗായികയാണെങ്കിലും തികഞ്ഞ എളിമയോടെയും നിഷ്കളങ്കതയോടെയുമാണ് ഗായികയുടെ ജീവിതം. തമിഴിലും മലയാളത്തിലും പിന്നണി ഗാനരംഗത്ത് സജീവമായി നിൽക്കുന്ന താരം സ്റ്റേജ് ഷോകളുമായും ഇപ്പോൾ സജീവമാണ്. 2018 വിജയലക്ഷ്മിയുടെ വിവാഹം നടന്നത്. മിമിക്രി കലാകാരനായ അനൂപാണ് താരത്തെ വിവാഹം ചെയ്തത്. ഇന്റീരിയർ ഡിസൈൻ കോൺട്രാക്ടർ കൂടിയാണ് അനൂപ്. രണ്ടുപേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ പരസ്പരം പിന്തുണ നൽകി ജീവിതം മുന്നോട്ട് നയിക്കാമെന്ന പ്രതീക്ഷയിലാണ് വിജയലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചത്. വിവാഹശേഷമുള്ള ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖമായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും അവഗണനയും അനുഭവിക്കാൻ തുടങ്ങി. ശേഷം താരം വിവാഹമോചനം നേടി. ഇപ്പോഴത്തെ ദാമ്പത്യ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് വൈക്കം വിജയലക്ഷ്മി. അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന് ഗായിക പറയുന്നു. ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നൊരു പഴഞ്ചൊല്ലി മലയാളത്തിലുണ്ട്. അതുപോലെയാണ് എന്നെയും എൻ്റെ പാട്ടിനെയും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരോട് ഞാൻ ചെയ്യാറുള്ളത്. വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ അച്ഛനോടും അമ്മയോടും എല്ലാം ചർച്ച ചെയ്തിരുന്നു. ഡിവോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ കുടുംബജീവിതമാണ്, അല്പം അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ അവർ പറഞ്ഞു. ഒരുമിച്ച് മുന്നോട്ട് പോകാനായി മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ടും ഒത്തുപോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു. എന്നാൽ നീ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. സമൂഹം എന്ത് ചിന്തിക്കും പറയും എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം ജീവിതം എൻ്റേതല്ലേ. മ്യൂസിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. എന്തിന് തുനിയുമ്പോഴും വിലക്കും. അച്ഛനെയും അമ്മയെയും അടുപ്പിക്കില്ലായിരുന്നു. ഒഴിവാക്കാൻ പറയുമായിരുന്നു. അത് ഞാൻ അനുവദിച്ചില്ല. എൻ്റെ ഫെയിമിനോടുള്ള ഈഗോയാണെന്ന് തോന്നിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖകരമായിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മാറി തുടങ്ങിയത്. എന്ത് ചെയ്താലും കുറ്റമായിരുന്നു. ഞാൻ പൂജാമുറിയിൽ കയറുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് പതിവായി. സമാധാനവും പോയി. അയാൾ ദേഷ്യപ്പെടുമ്പോൾ സഹികെട്ട് ഞാനും തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ഓർമ്മ വരികയും വിഷമം തോന്നുകയും ചെയ്യാറുണ്ട്. നല്ല മനസ്സുള്ള പുരുഷൻ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണം. അല്ലാതെ ദേഷ്യമുള്ളതും ഓവറായി സ്ട്രിക്ട്നെസ് കാണിക്കുന്ന വ്യക്തിയാണ് പങ്കാളിയായി വരുന്നതെങ്കിൽ അടിമയായി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നോ പറയാൻ ഗട്ട്സ് കാണിക്കണം, വിജയലക്ഷ്മി പറഞ്ഞു. കാഴ്ചയില്ലെന്നത് ചിലപ്പോഴൊക്കെ തന്നെ വിഷമിപ്പിക്കാറുണ്ടെന്നും ഗായിക പറയുന്നു. കാഴ്ചയില്ലാത്തതിനെ ഓർത്താണ് ഞാൻ സങ്കടപ്പെട്ടിട്ടുള്ളത്. കാഴ്ചയില്ലെന്നതിന്റെ പേരിൽ ആളുകൾ എന്നെ മാറ്റി നിർത്തുകയോ എന്നോട് അഭിപ്രായം ചോദിക്കാതെയോ ഇരുന്നാൽ കണ്ടില്ലെങ്കിലും തൊട്ടാൽ എനിക്ക് മനസ്സിലാകും. അത് ചെയ്യാതെ എന്നെ അവഗണിച്ചാൽ സങ്കടം വരും. വഴക്കുണ്ടാക്കുമെന്നും താരം പറയുന്നു. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ കാറ്റേ കാറ്റ് എന്ന ഗാനത്തിലൂടെയാണ് വിജയലക്ഷ്മി ശ്രദ്ധേയാവുന്നത്. അതേസമയം തന്നെ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള വൈക്കം വിജയലക്ഷ്മിയുടെ വാക്കുകൾ നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട്. തന്റെ മാതാപിതാക്കളിൽ നിന്നും സംഗീതത്തിൽ നിന്നും തന്നെ അകറ്റാൻ ശ്രമിച്ചതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നാണ് അന്നും വിജയലക്ഷ്മി പറഞ്ഞത്. അദ്ദേഹം വേറെ വിവാഹത്തിനായി എന്നാണ് അറിഞ്ഞത്. നമ്മളായിട്ട് അതേക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല, വിട്ടുകളയാം. നമ്മളെ മനസ്സിലാക്കിയില്ല എന്ന വിഷമമുണ്ട്. നമ്മളെ ദുഃഖം എന്താണെന്നോ എന്താണ് നമ്മുടെ വിഷമമെന്നോ നോക്കാതെ പെരുമാറിയിരുന്നു. അച്ഛനും അമ്മയും ഒന്നും പാടില്ല. അവരെയൊക്കെ അകറ്റാൻ നോക്കി. അച്ഛനെയും അമ്മയെയും മാത്രമല്ല എല്ലാവരെയും അകറ്റാൻ നോക്കി. പക്ഷെ അത് ഞാൻ സമ്മതിച്ചില്ല എന്നാണ് വൈക്കം വിജയലക്ഷ്മി അന്നും പറഞ്ഞത്. പണ്ടേ വാശിയുള്ള സ്വഭാവമാണ് എൻ്റേത്. ഇഷ്ടമില്ലാത്തൊരു കാര്യം എത്ര നിർബന്ധിച്ചാലും ചെയ്യില്ല. ആ വാശി ഞാനും അവിടെയും കാണിച്ചു. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. മാതാപിതാക്കളെ അകറ്റുമ്പോൾ അത് മനസ്സിനെ ബാധിക്കുമല്ലോ. അത് സംഗീതത്തെയും ബാധിച്ചിരുന്നു. പുള്ളിക്ക് മിണ്ടിയാൽ ദേഷ്യമായിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ കൈകൊട്ടുകയോ താളം പിടിക്കുകയോ ചെയ്താലും ദേഷ്യമായിരുന്നു. എല്ലാത്തിനും ദേഷ്യമായിരുന്നു. ആ ദേഷ്യവും വെച്ച് അവിടെ എങ്ങാനും ഇരുന്നോ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കീഴടങ്ങേണ്ട ആവശ്യമില്ലെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹമോചനം നേടിയത്. വേണ്ടെന്ന് വെക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല. നിന്റെ ജീവിതമാണ്, നിന്റെ തീരുമാനമാണ്. നീ ആലോചിച്ച് തീരുമാനിക്കാനാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നതെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നുണ്ട്. തന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛനും അമ്മയുമാണെന്നും അവരെ പോലുള്ള മാതാപിതാക്കളെ ലഭിച്ചതാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട്. നേരത്തെ അനൂപ് എന്ന വ്യക്തിയായിരുന്നു വൈക്കം വിജയലക്ഷ്മിയെ വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. വ്യത്യസ്തമായ സ്വരത്തിനുടമയായ വൈക്കം വിജയലക്ഷ്മി തന്റെ പാട്ടുകളിലൂടെ നേടിയെടുത്തത് മലയാള മനസ്സിൽ ഒരിക്കലും പകരം വയ്ക്കാൻ സാധിക്കാത്തൊരു ഇടമാണ്. സെല്ലുലോയിഡിന്റെ കാറ്റേ കാറ്റേ, വടക്കൻ സെൽഫിയിലെ കൈകോട്ടും തൊട്ടിട്ടില്ല തുടങ്ങിയ ഗാനങ്ങൾ സംഗീതപ്രേമികൾ ഒരിക്കലും മറക്കില്ല. നേരത്തെ പുനർവിവാഹത്തെക്കുറിച്ച് വിജയലക്ഷ്മി സംസാരിച്ചിരുന്നു.
പണം മോഹിക്കാതെ സ്നേഹത്തോടെ ആരെങ്കിലും വന്നാൽ വിവാഹം കഴിക്കുമെന്നും വിജയലക്ഷ്മി പറഞ്ഞിരുന്നു. അതേസമയം വരൻ കലയെ പ്രോത്സാഹിപ്പിക്കുന്നയാളായിരിക്കണം, അല്ലാത്ത പക്ഷം അത് നടക്കില്ലെന്നും വിജയലക്ഷ്മി പറയുകയുണ്ടായി. അതേസമയം തന്നെ സംഗീതം ഉപാസനയായി കൊണ്ടു നടക്കുന്ന രണ്ടുപേരുടെ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. സംഗീത അധ്യാപകനും അദ്ദേഹം നൽകിയ സമ്മാനം വഴിത്തിരിവായി മാറിയ ഗായികയുടെയും കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ആ കണ്ടുമുട്ടൽ ആദ്യമുണ്ടായത് 1997 സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദി. ശാസ്ത്രീയ സംഗീതത്തിന് 1ാം സമ്മാനം ലഭിച്ച പെൺകുട്ടിയുടെ പേര് അനൗൺസ് ചെയ്തു വിജയലക്ഷ്മി. കാഴ്ച പരിമിതിയുള്ള വിജയലക്ഷ്മിക്ക് സമ്മാനം നൽകാൻ ഒരു സംഗീത അധ്യാപകനെത്തി. കോട്ടയം കുമ്മനം സ്വദേശി ശശികുമാർ. അദ്ദേഹം സ്വന്തമായി കണ്ടെത്തിയ സംഗീതോപകരണമായിരുന്നു സമ്മാനം. അതിന്റെ പേര് ഗായത്രി തമ്പുരു. സമ്മാനമായി കിട്ടിയ തമ്പുരുവുമായി വൈക്കം വിജയലക്ഷ്മി വീട്ടിലെത്തി. പിന്നീട് മകൾക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിൽ അച്ഛൻ മുരളി ആ തമ്പുരുവിനെ മാറ്റി. ഒറ്റക്കമ്പിയിൽ സ്വരങ്ങൾ മുറുക്കിക്കെട്ടി അദ്ദേഹം അത് ഇലക്ട്രിഫൈ ചെയ്തു. പ്രശസ്ത വയലിൻ വിദ്വാൻ കുന്നക്കുടി വൈദ്യനാഥ ഭാഗവരുടെ മുന്നിൽ രൂപം മാറ്റിയ തമ്പുരുവുമായി അവർ ചേർന്നു. അദ്ദേഹം അതിന് ഗായത്രി വീണയെന്ന് പേര് നൽകി. മലേഷ്യൻ പ്ലാവിൽ ഗായത്രി തമ്പുരുവിന്റെ മാതൃകയിൽ മുരളി മറ്റൊന്നുണ്ടാക്കി. പിന്നീട് ഗായത്രി വീണയിൽ 5 മണിക്കൂർ കൊണ്ട് 67 ഗാനങ്ങൾ വായിച്ച് വിജയലക്ഷ്മി ലോക റെക്കോർഡ് നേടി. 10,000-കണക്കിന് കച്ചേരികൾ, മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി സിനിമാ ഗാനങ്ങൾ, കേരള, തമിഴ്നാട് സർക്കാരുകളുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ കഥ തന്നെയാണ്. വൈക്കം വിജയലക്ഷ്മിയും അദ്ദേഹത്തിന്റെ ഗുരുവും തമ്മിലുള്ള ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. വൈക്കം വിജയലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ സാർ എനിക്ക് സമ്മാനമായി ഗായത്രി തമ്പുരു തന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു. അതിൽ നിന്നുമാണ് ഗായത്രി വീണയിലേക്കുള്ള പ്രയാണം തുടങ്ങിയത്. ഇന്നും അമൂല്യനിധിയായി ഞാനത് സൂക്ഷിക്കുന്നു. നിമിത്തമെന്നോ ഗുരുത്തമെന്നോ ഒക്കെ ആ കൂടിക്കാഴ്ച വിളിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. കുമ്മനം ശശികുമാർ പറയുന്നത് ഇങ്ങനെ: ഒരു ബസ് കണ്ടക്ടറാണ് ഗായത്രി തമ്പുരു എന്ന ചിന്തയ്ക്ക് നിമിത്തമായത്. 30 വർഷം മുൻപുള്ള സംഭവമാണ്. കോട്ടയത്തെ നെത്തല്ലൂരിൽ ക്ഷേത്രത്തിൽ കച്ചേരി അവതരിപ്പിക്കാൻ പോവുകയായിരുന്നു ഞാൻ. കയ്യിൽ തമ്പുരുണ്ട്. ബസ്സിൽ കയറാനൊരുങ്ങുമ്പോൾ ആളുകൾക്ക് കയറാൻ സ്ഥലമില്ല. അപ്പോഴാണ് തമ്പുരു എന്ന് പറഞ്ഞ് കണ്ടക്ടർ പരിഹസിച്ചു. അന്ന് പെരുവഴിയിൽ നിൽക്കുമ്പോൾ ആലോചിച്ചു, എന്നെപ്പോലെ സംഗീതവുമായി യാത്ര ചെയ്യുന്ന പലർക്കും ഇതുപോലുള്ള ഇറക്കിവിടലുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെറിയ തമ്പുരു എന്ന ചിന്ത വരുന്നത്. നിലവിലുള്ള തമ്പുരുവിന് രൂപമാറ്റം വരുത്തി. വലിയ കുടം ഒഴിവാക്കി നീളവും കുറച്ചു. ഈ രൂപത്തിലേക്ക് തമ്പുരു വന്നത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ്. എല്ലാം പൂർത്തിയായി മീട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞു. എൻ്റെ മോളുടെ പേര് ഗായത്രി എന്നാണ്. അങ്ങനെയാണ് ഗായത്രി തമ്പുരു എന്ന പേര് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈക്കം വിജയലക്ഷ്മി പറയുന്നത് ഇങ്ങനെ: എങ്ങനെയാണ് കുട്ടികൾക്ക് ഗായത്രി തമ്പുരു കൊടുക്കാൻ തുടങ്ങിയത്? അങ്ങനെയാണല്ലോ അതെനിക്ക് കിട്ടുന്നത്. കുമ്മനം ശശികുമാർ പറഞ്ഞു, അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറണമെന്ന് മോഹമുണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് ഗായത്രി തമ്പുരു നൽകാമെന്ന് തീരുമാനിച്ചു. ഓരോ വർഷവും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും 1ാം സമ്മാനം ലഭിക്കും. അപ്പോൾ ഒരു വർഷം പെൺകുട്ടിക്കും അടുത്ത വർഷം ആൺകുട്ടിക്കും എന്ന് നിശ്ചയിച്ചു. അങ്ങനെ 97-ൽ പെൺകുട്ടിക്കാണ് നൽകേണ്ടിയിരുന്നത്. അത് വിജയലക്ഷ്മിക്കായി. മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനും അമ്മയുമാണ് മുരളിയും വിമലയും. ഗായത്രി തമ്പുരുവിനെ രൂപം മാറ്റാൻ മുരളിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണെന്നും പറഞ്ഞു. ദാസേട്ടനാണ് വിജയലക്ഷ്മിയുടെ മാനസഗുരു എന്ന് വായിച്ചിട്ടുണ്ട് എന്ന് കുമ്മനം ശശികുമാർ പറയുകയുണ്ടായി. അതിന് വൈക്കം വിജയലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെ: കുട്ടിക്കാലം തൊട്ടേ കേട്ടാണ് പഠിക്കാറുള്ളത്. ആദ്യം റേഡിയോ ആയിരുന്നു, പിന്നെ ടേപ്പ് റെക്കോർഡറായി. ദാസേട്ടന്റെ കാസറ്റുകൾ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ മാനസഗുരുവായി സ്ഥിരീകരിച്ചു. എന്നെങ്കിലും ഗുരുദക്ഷിണ സമർപ്പിക്കാനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. വൈക്കം അമ്പലത്തിൽ വെച്ച് അതും സഫലമായി. 10 മിനിറ്റ് കാണാനുള്ള അനുവാദം കിട്ടി. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് 2 മണിക്കൂറോളം വന്ന് പാടി. US-ലെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെയും അദ്ദേഹം വന്നു എന്ന് വിജയലക്ഷ്മി പറയുന്നു. കുമ്മനം ശശികുമാർ പറഞ്ഞത് ഇങ്ങനെ: പല പ്രശസ്തരുടെ കച്ചേരിക്കും തമ്പുരു വായിച്ചിട്ടുണ്ട്. ഓരോ വേദിയും ഓരോ അനുഭവങ്ങളാണ്. 10,000-കണക്കിന് കച്ചേരികൾ നടത്തിയ വിജയലക്ഷ്മി ഓർത്തിരിക്കുന്ന ഒരു വേദി പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് വൈക്കം വിജയലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെ: 2 ഓർമ്മകളുണ്ട്. 1997-ൽ മാവേലിക്കര പൊന്നോരം തോട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസം കച്ചേരി അവതരിപ്പിച്ചു. വൈകിട്ട് 3 മണിക്കാണ് പരിപാടി. അമൃതവർഷിണി രാഗം പാടിയാൽ മഴ പെയ്യുമെന്നാണ് വിശ്വാസം. അന്നവിടെ ഞാൻ ആ രാഗം പാടി. മഴ പെയ്തു. കാണികളെല്ലാം കൈയടിച്ചു. 2ാമത്തെ അനുഭവം ദക്ഷിണമൂർത്തി സ്വാമികളുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പാടാനായി. പാട്ട് കേട്ട് ബെസ്റ്റ് കണ്ണ എന്ന് അദ്ദേഹം അഭിനന്ദിച്ചു. പിന്നീട് ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് കയറുകയാണ്. അപ്പോൾ എന്തുകൊണ്ടോ നാവിൻ തുമ്പിൽ അദ്ദേഹം സംഗീതം ഒരുക്കിയ സ്വപ്നങ്ങളെ എന്ന പാട്ടാണ് വന്നത്. അകത്തേക്ക് കയറിയപ്പോൾ കേട്ടത് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ്.